വെടിനിർത്തൽ ചർച്ചകൾ ഒരു ഭാഗത്ത് പുരോഗമിക്കവേ വിലപേശൽ തന്ത്രവുമായി വീണ്ടും ഹമാസ്. തങ്ങളുടെ തടവിൽ കഴിയുന്ന ഇസ്രായേൽ ബന്ദിയുടെ വീഡിയോ ദൃശ്യങ്ങൾ ഹമാസ് പുറത്തുവിട്ടു. ഇസ്രായേൽ പൗരൻ എൽക്കാനോ ബോബോട്ടിൻ്റെ ദൃശ്യങ്ങളാണ് ഹമാസ് പുറത്തിറക്കിയത്. ഈ മാസത്തിൽ ഇത് രണ്ടാം തവണയാണ് എൽക്കാനോ ബോബോട്ടിൻ്റെ ദൃശ്യങ്ങൾ ഹമാസ് പുറത്തുവിടുന്നത്. വെടിനിർത്തൽ ചർച്ചകൾ ഒരു ഭാഗത്ത് പുരോഗമിക്കവേ വിലപേശൽ തന്ത്രവുമായി വീണ്ടും ഹമാസ്. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഹമാസ് ഇസ്രായേൽ ബന്ദിയായ ഹമാസ് പിടിയിൽ കഴിയുന്ന ഇസ്രായേൽ കൊളംബിയൻ പൗരൻ എൽക്കാനോ ബോബോട്ടിന്റെ കരടലിയിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. אני מתגעגע לאישה שלי, לבן שלי, לכולם. למשפחה שלי. למה? מה תגיד לו? ילד בן 5 עוד מעט חוגג יום הולדת. הוא לא יכול להגיד אבא, למה? בבקשה תוציא אותי מפה. בבקשה, קשה לי, אני מתחנן. വീഡിയോയിൽ എൽക്കാനോ ബോബോട്ട് തന്നെ തടവുകാരൻ 22 എന്നാണ് സ്വയം പരിചയപ്പെടുത്തുന്നത്. ഏറെ വൈകാരികമായാണ് അദ്ദേഹം ദൃശ്യങ്ങളിൽ സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ തൻ്റെ ഭാര്യയെയും മകനെയും കാണാതെ ഓരോ ദിവസവും ഉണരുന്നത് തൻ്റെ മാനസിക നില തെറ്റിക്കുന്നു. ഇത് തൻ്റെ ആരോഗ്യത്തിന് നല്ലതല്ല. ഹമാസിന്റെ പിടിയിൽ നിന്നും തനിക്ക് എത്രയും പെട്ടെന്ന് പോകണം. ശ്വാസം മുട്ടുന്നു. ഭക്ഷണമില്ല. ദയവായി സഹായിക്കൂ എന്നും എൽക്കാനോ ബോബോട്ട് കരഞ്ഞു പറയുന്നു. 15 വർഷത്തോളം താൻ ഇസ്രായേലിൽ ജോലി ചെയ്തുവെന്നും ഇതുവരെ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്നും സഹായിക്കണമെന്നും ബോബോട്ട് അപേക്ഷിക്കുന്നു. ഹീബ്രുവിലാണ് എൽക്കാനോ ബോബോട്ട് സംസാരിക്കുന്നത്. മകന്റെ ജന്മദിനം അടുക്കുകയാണെന്നും തന്റെ ഭാര്യ വീട്ടിൽ ഒറ്റയ്ക്കാണെന്നും അദ്ദേഹം വിലപിക്കുന്നു. ഹമാസിന്റെ ഭൂഗർഭ തുരങ്കം എന്ന് കരുതുന്ന സ്ഥലത്തു നിന്നാണ് വീഡിയോ ദൃശ്യങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. പശ്ചാത്തലത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ടെലിവിഷനിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും കാണാം. ദിവസേനയുള്ള സ്ഫോടന ശബ്ദങ്ങൾ തനിക്ക് കേൾക്കാമെന്നും ജീവൻ അപകടത്തിലാണെന്നും എൽക്കാനോ ബോബോട്ട് വ്യക്തമാക്കുന്നു. വെടിനിർത്തൽ കരാറിലൂടെ മാത്രമേ ജീവനോടെ ബന്ദികളെ തിരിച്ചെത്തിക്കാനാകുമെന്നും സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന ഹമാസ് മുന്നറിയിപ്പോടെയാണ് വീഡിയോ ദൃശ്യം അവസാനിക്കുന്നത്. ഈ മാസത്തിൽ ഇത് രണ്ടാം തവണയാണ് എൽക്കാനോ ബോബോട്ടിന്റെ വീഡിയോ ദൃശ്യം ഹമാസ് പുറത്തുവിടുന്നത്. 2023 ഒക്ടോബർ 7 ഭീകരാക്രമണത്തിൽ സംഗീതമേള നടന്ന സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റിവലിൽ നിന്നാണ് ഹമാസ് ബോബോട്ടിനെ തട്ടിക്കൊണ്ടുപോയത്. ബോബോട്ടിന് രക്ഷപ്പെടാനുള്ള സാഹചര്യമുണ്ടായിരുന്നുവെന്നും ഭീകരാക്രമണ സമയത്ത് പരിക്കേറ്റവരെ രക്ഷിക്കാനും ഭീകരരെ പ്രതിരോധിക്കാനും ശ്രമിക്കുന്നതിനിടയിലാണ് എൽക്കാനോ ബോബോട്ടിനെ ഭീകരർ ഗാസയിലേക്ക് ബന്ദിയായി കൊണ്ടുപോയത്. അതേസമയം 35 വയസ്സുള്ള അദ്ദേഹം ആസ്മ അസുഖമുള്ള ആളാണെന്നും ഗുരുതരമായ ത്വക്കുരോഗം എൽക്കാനോ ബോബോട്ടിന് ബാധിച്ചിട്ടുണ്ടെന്നുമാണ് മോചിപ്പിക്കപ്പെട്ട ബന്ദികൾ ഉൾപ്പെടെയുള്ളവർ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.